കോച്ച്, ഇന്നെനിക്ക് പീരിയഡ്സ് ആണ്. അപ്പോൾ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ? പലർക്കും സംശയമുള്ള കാര്യമാണ് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. നിങ്ങൾക്കും ഈ സംശയമുണ്ടോ? ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഓൺ ഹെൽത്ത്. പണ്ടത്തെ കാലത്തുള്ളവർ പറയുന്ന ഒരു കാര്യമാണ് പീരിയഡ്സ് ഉള്ളപ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, ഒരു ചെറിയ വെയിറ്റ് പോലും എടുക്കരുത് എന്നൊക്കെ. ഒരു മെൻസ്ട്രോൾ സൈക്കിളിൽ 4 ഫേസസ് ആണുള്ളത്. മെൻസ്ട്രോൾ ഫേസ്, ഫോളിക്കുലർ ഫേസ്, ലൂട്ടിയൽ ഫേസ് ആൻഡ് ലാസ്റ്റ് ഓവുലേഷൻ ഫേസ്. ഇതിലെ ഒന്നാമത്തെ ഫേസായ മെൻസ്ട്രോൾ ഫേസിലാണ് എൻഡോമെട്രിയം പൊട്ടുകയും അതുവഴി മെൻസ്ട്രോൾ ഫ്ലൂയിഡ് ഒക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യുന്ന ഫേസ്. ഈ ഒരു ഫേസിലാണ് സ്ത്രീകൾക്ക് തലവേദന, വയറുവേദന, കാലുവേദന, നടുവേദന, വൊമിറ്റിംഗ്, തലകറക്കം എന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകളും ഉണ്ടാകുന്നത്. ഫോളിക്കുലർ ഫേസിലാണ് ഓവറിയുടെ ഉള്ളിൽ ഫോളിക്കിൾസ് ഒക്കെ ഒരു എഗ് ആയിട്ട് ഡെവലപ്പ് ആകുന്നതും അതുപോലെ തന്നെ യൂട്രസിന്റെ ടിഷ്യൂസ് ഒക്കെ പ്രൊലിഫറേഷൻ നടക്കുന്നതും ഒക്കെ ഈ ഒരു സ്റ്റേജിലാണ്. നെക്സ്റ്റ് ഓവുലേഷൻ ഫേസിലാണ് മെച്ചുവർ ആയിട്ടുള്ള എഗ് ഓവറിയിൽ നിന്നും ഫെലോപ്പിയൻ ട്യൂബിലേക്ക് റിലീസ് ആകുന്നത്. ലൂട്ടിയസ് ഫേസിലാണ് കോർപ്പസ് ലൂട്ടിയം ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഹോർമോൺസ് സെക്രീറ്റ് ചെയ്യുന്നതുകൊണ്ട് സെക്രീറ്ററി ഫേസ് എന്നും ഇതിനെ പറയുന്നുണ്ട്. ഈ ഒരു ഫേസിലാണ് ബ്ലോട്ടിങ്ങും ബ്രസ്റ്റ് ടെൻഡർനെസ്സും മൂഡ് സ്വിങ്സും ക്രേവിങ്സും ഫാറ്റിഗും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിൽ ഓരോ ഫേസിലും നമ്മുടെ ഹോർമോൺസിലും എനർജിയിലും ഒക്കെ ഡിഫറൻസ് ഉണ്ടാകും. അതിനനുസരിച്ച് നമുക്ക് ലോ ഇൻറ്റൻസിറ്റി, ഹൈ ഇൻറ്റൻസിറ്റി എന്നീ രീതിയിൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. മുൻപ് പറഞ്ഞതുപോലെ ഇറ്റ് ഡിപ്പെൻസ് ഓൺ യുവർ ഓൺ ബോഡി. കാരണം ഓരോ സ്ത്രീകൾക്കും പീരിയഡ്സിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പലതരത്തിൽ ഉള്ളതായിരിക്കും. ചിലർക്കത് ഹെവി ബ്ലീഡിംഗ് ആയിട്ടും, ചിലർക്ക് ഓവർ തലവേദനയായിട്ടും വയറുവേദനയായിട്ടും, മറ്റു ചിലർക്ക് ഛർദി, നടുവേദന, ബ്രസ്റ്റ് പെയിൻ ഒക്കെ ആയിരിക്കും. എന്നാൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത സ്ത്രീകളും ഉണ്ടായിരിക്കും. ഓരോ സ്ത്രീക്കും ഇത് പലതരത്തിൽ ആയതുകൊണ്ട് തന്നെ ഒരു ഫിറ്റ്നസ് കോച്ച് എന്ന നിലയിൽ ഞാൻ എൻ്റെ ക്ലയൻസിനോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാനുള്ള എനർജി ഉണ്ടെങ്കിൽ, അതിന് നിങ്ങൾ മെൻ്റലി ഫിസിക്കലി റെഡി ആണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായും വർക്കൗട്ട് ചെയ്യാം. അത് വെയിറ്റ് ട്രെയിനിങ് ആയാലും സൂംബ ആയാലും ഇനി കാർഡിയോ സെക്ഷൻ അല്ലെങ്കിൽ എയറോബിക് എക്സസൈസ് എന്തും ചെയ്യാം. ഇനി നിങ്ങളുടെ ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലെങ്കിൽ ലൈക്ക് ഹെവി ബ്ലീഡിങ്, ഓവർ ഹെഡ് ഏക്ക്, വയറുവേദന ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് 3-4 ദിവസം റെസ്റ്റ് എടുക്കാനും കഴിയും. അല്ലെങ്കിൽ യോഗ, സ്ട്രെച്ചിങ്, ലൈറ്റ് ബോഡി വെയ്റ്റ് എക്സസൈസുകൾ ഒക്കെ ചെയ്യുന്നത് കൊണ്ടും കുഴപ്പമില്ല. ഇനി നിങ്ങൾ ഒരു വെയിറ്റ് ലോസ്, വെയിറ്റ് ഗെയിൻ എന്നീ ജേർണിയിലാണെങ്കിൽ പോലും ഇൻ കേസ് നിങ്ങൾക്ക് പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ പോലും അതുകൊണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളും ഉണ്ടാകുന്നില്ല. നിങ്ങൾ അതുവരെ ചെയ്ത വർക്കൗട്ട്, ഡയറ്റ്, നിങ്ങൾക്കുണ്ടായ ചേഞ്ചസ് ഇതിലൊന്നും ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഒരു 3-4 ദിവസം നിങ്ങൾക്ക് ബോഡിക്ക് റെസ്റ്റ് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ധാരാളം ഗുണങ്ങളുണ്ടെന്ന് ഒരുപാട് സയന്റിഫിക് സ്റ്റഡീസ് പറയുന്നുണ്ട്. നമുക്കത് ഏതൊക്കെയാന്ന് നോക്കിയാലോ? ലൈറ്റ് ആയിട്ടോ മോഡറേറ്റോ ആയ രീതിയിൽ പീരിയഡ്സ് ഉള്ള സമയത്ത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നാച്ചുറൽ മോർഫിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന എൻഡോർഫിൻസ് റിലീസ് ആവുകയും അതുവഴി നമ്മുടെ മൂഡ് ഇംപ്രൂവ് ചെയ്യുകയും നമ്മുടെ മൂഡ് സ്വിങ്സ് ഒക്കെ ഒരു പരമാവധി നമുക്ക് കുറയ്ക്കാനൊക്കെ പറ്റുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ പീരിയഡ്സ് ടൈമിൽ ഉണ്ടാകുന്ന ഇറിറ്റേഷൻ, സാഡ്നെസ്, ആൻഷൈറ്റി ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോർട്ടിസോൾ, സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ കുറയ്ക്കുകയും അതുവഴി നമ്മുടെ ബോഡിയെ ഒന്ന് കാമാക്കുകയും നമ്മുടെ ഇമോഷൻസ് സ്റ്റെബിലൈസ് ആകാനും ഒക്കെ സഹായിക്കും. ഇറ്റ് ബൂസ്റ്റ് സെറോട്ടോണിൻ ആൻഡ് ഡോപ്പമിൻ. നമുക്ക് പുതിയ ശീലങ്ങൾ തുടങ്ങാനും പഴയ ശീലങ്ങൾ നിർത്താനും പലതരത്തിലുള്ള ട്രിഗേഴ്സ് വേണം, റിവാർഡ്സ് വേണം. ഓരോ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് കൃത്യമായിട്ട് വർക്ക് ചെയ്യണം. അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട 2 ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഡോപ്പമിനും സെറട്ടോണിനും. ഡോപ്പമിൻ കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് റിവാർഡ് സിസ്റ്റം നന്നായി വർക്ക് ചെയ്യുള്ളൂ. ഇതൊരു ലേണിംഗ് ഹോർമോൺ ആണ്. അത് മാത്രമല്ല ഡോപ്പമിൻ പ്ലഷർ ഹോർമോൺ കൂടിയാണ്. ഇനി സെറട്ടോണിൻ ഹാപ്പി ഹോർമോൺ എന്നാണ് അറിയപ്പെടുന്നത്. സാറ്റിസ്ഫാക്ഷൻ കൺട്രോൾ ചെയ്യുന്നതും ഈ സെറട്ടോണിൻ ആണ്. അതുപോലെ നമ്മുടെ മൂഡ് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നതും ഈ ഹോർമോൺ ആണ്. നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് എക്സ്പെഷ്യലി പീരിയഡ്സ് ടൈമിൽ നമ്മുടെ ബ്രെയിനിൻ്റെ റിവാർഡ് സിസ്റ്റം ആക്ടിവേറ്റ് ആവുകയും അതുവഴി ഡോപ്പമിൻ റിലീസ് സ്റ്റിമുലേറ്റ് ആവുകയും അതിനോടൊപ്പം തന്നെ എൻഡോർഫിൻസും സെറട്ടോണിനും ഉണ്ടാവുകയും അത് നമുക്കൊരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് തരികയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ മൂഡ്സ് സ്റ്റെബിലൈസ് ആവുകയും വർക്കൗട്ടിന് ശേഷം ഒരു മോട്ടിവേറ്റഡ് സ്റ്റേറ്റ് നമുക്ക് ഉണ്ടാകാനും സഹായിക്കുന്നു. മിക്ക സ്ത്രീകളും പീരിയഡ്സ് ടൈമിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന കാര്യമാണ് ഉറക്കമില്ലായ്മ. മെൻസ്ട്രുവേഷൻ്റെ സമയത്ത് ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽസ് ഡ്രോപ്പ് ആകുകയും അത് നമ്മുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്യുന്ന വഴി ഡോപ്പമിനും സെറട്ടോണിനും മെലാറ്റോണിനും ഒക്കെ ബൂസ്റ്റപ്പ് ആവുകയും അത് നമ്മുടെ ബോഡിയെ റിലാക്സ് ആക്കാനും നമ്മുടെ സ്ലീപ്പ് ഫാസ്റ്റർ ആക്കാനും നല്ല ക്വാളിറ്റി ഉള്ള സ്ലീപ്പ് കിട്ടാനും സഹായിക്കുന്നു.
ലൈറ്റ് ഇൻറ്റൻസിറ്റി മുതൽ മോഡറേറ്റ് ഇൻറ്റൻസിറ്റി വരെ വർക്കൗട്ട് ചെയ്യുന്ന വഴി നമുക്ക് ബ്ലോട്ടിംഗ് റെഡ്യൂസ് ചെയ്യാനും അതുപോലെ വാട്ടർ റീറ്റൻഷൻ കുറയ്ക്കാനും ഡൈജഷൻ പ്രോപ്പർ ആക്കാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പീരിയഡ്സ് ടൈമിൽ വർക്കൗട്ട് ചെയ്യാനുണ്ടാവുന്ന ഒരുപാട് ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ നോക്കി. അപ്പോൾ ഇനി മുതൽ പീരിയഡ്സ് ആണെന്ന് പറഞ്ഞ് വർക്കൗട്ട് സ്കിപ്പ് ചെയ്യാതിരിക്കാൻ നോക്കുമല്ലോ.